മന്നീരുള്ള സ്വസ്ഥരായവർ മന്നീരുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം അതിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നേ അതിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നേ മുൻപേ മുൻപേ പോയിടുന്നോ ഭാഗ്യമുള്ളവർ മുൻപേ മുൻപേ പോയിടുന്നോ ഭാഗ്യമുള്ളവർ മന്നീരുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ മന്നീരുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം അതിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നേ അതിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറുന്നേ. We have 2 tents, so please try to come into the tent and stand in the shade. As much as possible, don't stand in the sun, because we have still more room in the tents. That will be better for all of us. Let us all prayerfully be here this afternoon. We have come to the final resting place of the mortal remains of late Mr. Chechukadavil Varghese. And all of us know that we cannot in any way help him or harm him now, because he is already with the Lord, gone to be with the Lord and resting with the Lord. But we have come together to lay the mortal remains of this dear man of God in the presence of God, and to pray for the comfort of all the family members. So this hope that the family members and most of us are having, I really believe that it is every one of us who is here today would really consider accepting the Lord Jesus as their Savior and getting this hope in their life also. And that is the purpose of our coming together, to come together to celebrate in the presence of God and to lay the mortal remains of the body of this wonderful man of God to rest. We will have a very short service today, and we will read from the scriptures. I will request Brother Paul St. George to read from 1 Corinthians chapter 15. 1 Corinthians chapter 15 verses 50 to 58. If Paulson is not here, can somebody else read? Brother Johnson.
സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വം ഉള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവീൻ. What a wonderful passage of scripture that we have read. A scripture that should really inspire us about our living for the Lord in spite of all the odds, in spite of all the difficulties that we have to go through. That we will be able to challenge death, challenge the power of sin, challenge the power of Satan, and say that where death is your victory, where death is your sting. മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ ജയം എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ആ ജയം കൺഫസ് ചെയ്യാനായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. നമ്മുടെ പ്രിയ അച്ചായൻ്റെ ഭൗതിക ശരീരത്തെ നമ്മൾ ഇന്ന് സംസ്കരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ ജയം, ആ ഹോപ്പ്, അത് കൺഫസ് ചെയ്യാനും കൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് ആരംഭിക്കാം. പാസ്റ്റർ റോക്കി സേവ്യർ, പ്ലീസ്. പരിശുദ്ധ നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ലയോടെ ഈ നല്ല സമയത്തിന് സ്തോത്രം പ്രാർത്ഥിക്കാനപ്പെട്ട പ്രിയ അപ്പച്ചൻ്റെ വേർപാടിനോടനുബന്ധിച്ചുള്ള കർത്താവെ അവസാന സമയം, അവസാനത്തെ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന കർത്താവ് ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ അങ്ങയുടെ ജയം ഞങ്ങൾ അനുഭവിക്കുവാൻ സഹായിച്ചിരിക്കുക. സ്തോത്രം ചെയ്യാൻ പിതാവെ ഇന്നത്തെ സകല ശുശ്രൂഷയും ചെയ്യുവാൻ തക്കണം ദാസന്മാരെ അങ്ങ് ബലപ്പെടുത്തി ഇന്നിയുടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ തക്കണം സഹായിക്കണമേ. കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ സംരക്ഷണം ഞങ്ങളുടെ ഉള്ളതിനായി സ്തോത്രത്തോടെ നന്ദി പറയുന്നു പിതാവെ. കർത്താവെ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുവാൻ, കർത്താവ് ഈ കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യാശയും വിശ്വസത്തോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം അവരെ അങ്ങ് അനുഗ്രഹിക്കുന്നതായ സ്തോത്രം പൂർണ്ണമായും താഴ്ത്തുന്നു. യേശു ക്രിസ്തു നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. We read in Revelation, the book of Revelation, chapter 14, verse 13. And I heard a voice from heaven saying unto me, Write, Blessed are the dead which die in the Lord from henceforth. Yeah, says the Spirit, that they may rest from their labors and their works do follow them. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറഞ്ഞു. As we are about to lay the mortal remains of Apachan to rest, 3 assurances that we have from this passage of scripture. One is that he is gone to receive his reward, and that is what we read in Revelation. And that is why the word of God says that blessed is the one who dies in Jesus, in Christ, in the Lord. Blessed, the word that is used there is makarios, which is supremely blessed. Not simply be happy, not simply happy with something else, but the supreme blessing a person receives as he or she receives the Lord, lives for him, and dies in the Lord. And such people will receive a reward from the Lord. So we have the assurance that this Apachan has gone to receive that reward from the Lord. Hallelujah.
Second thing that we need to remember is that he will have a rest. Look at, you might have noticed the body that was there in the casket while in the church, but also the picture that was displayed there. His own picture, a picture in which he was so lively, full of life and smiling and all. But as we looked at the body, the years took a toll on him, and the weakening of the body and getting ready for leaving this earthly tabernacle, this earthly tent, to go to that place of rest. Because our life, however happy we are, is toilsome, burdensome, wearisome, and so there is definitely a need of rest. ഒരു വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്. അവർ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദിസ് അപ്പച്ചൻ ഹാസ് ഗോൺ ടു ടേക്ക് റെസ്റ്റ്. ദാനിയേലിനോട് അത് തന്നെയാണ് ദൈവം പറഞ്ഞത്, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക. So this appachan is gone to rest. Finally, third thing, that he will also be remembered. We are going to bury the body here, but he will still be remembered. As somebody said, a person does not die until he is forgotten. I am sure Appachan will not die in the minds of all of us, in the thoughts of all of us, and he will continue to live for many more years, because his works will follow. Works will follow. So his works will continue to speak. We might bury the body and go from here, but his works will continue to speak to us, inspire us. So today, let us remember that this Appachan is gone to the presence of God to receive a reward from him, which the Lord has kept for all his faithful people who die in him. Secondly, he is gone to be resting in the presence of God, and he will rise up when the Lord comes back. But at the same time, his works will continue to speak to us and inspire us. And I praise the Lord for such a life as this. Hallelujah. Hallelujah. And we have this assurance and confidence in the Lord. And I praise God for that. Hallelujah. Now shall we pray? And I ask all of us to close our eyes, bow our heads in the presence of God this afternoon. Hallelujah. Thank you, Jesus. Thank you, Jesus. Our Heavenly Father, in your Son, Jesus Christ, we have the forgiveness of our sins and hope of resurrection to life. In him we have the great assurance that our dear Varghese giant shall be raised on the day of resurrection, when millions of saints will be raised to receive their inheritance from you. Now comfort his dear children, the Babu Kuti and Elsie children, grandchildren, Varela giant siblings, especially Brother Tangachan and family who are attending this service, the extended family members, the church family members, and friends everywhere whose hearts are grieving. May the peace that passeth all understanding fill their hearts and minds and all of us with the blessed hope of resurrection. For we know that the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain will be caught up with them in the clouds to meet with the Lord in the air, and so we shall be with the Lord always. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ പുറപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വലിയ ആശയ്ക്കായി, അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കായി, അവിടുത്തെ വചനത്തിന്റെ ഉറപ്പിനായി, ഞങ്ങളുടെ രക്ഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നിർണയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ നിർണയത്തോടെ ജീവിപ്പാൻ
ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും വിശേഷാൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Assurance of resurrection. In the name of the Father, the Son and the Holy Spirit, I led the body of late Mr. Chettukadaval Varghese to return to dust. From dust you came, and you shall return to dust. For you, dear Chettukadaval Varghese, go your way till the end. You will rest, and then at the end of the days, you will rise to receive your allotted inheritance. Hallelujah. Please half lower the casket. They're on their way. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ വാർത്തലെ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകാശേ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും. Amen. Hallelujah. Thank you, Jesus. Those who wish to pour dust or place flowers may do it now. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതാ. Hallelujah. ഭക്തഭാവനെ ആകാശമാർപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും Hallelujah. നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാ. ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ പേരും. Thank you, Jesus. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സഹായിക്കണം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നു, കൃപകൾക്ക് മാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരുമിച്ച് നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാം. ആമേൻ. കർത്താവായ യേശുവേ വേഗമോടണമേ. ആമേൻ. Thank you all for coming, the ministers and brothers and sisters, the church family members. Thank you all. As was announced, let's all go back to the church and lunch is ready for all of us. So please don't go without having lunch and fellowship together. God bless you all. Thank you so much for coming. On behalf of David Russell Funeral Home, this concludes the service. We appreciate the family trusting us with your loved ones. We love you guys. You're like part of our family. Thank you so much. If you need us, we're always there for you. And I would like to give this is the books and the rest of the things that were left of the on the wheels. Thank you guys. Amen.